അൻസിബക്ക് വരുന്ന കമന്റ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്ന കമന്റ്സ് ഒക്കെ PR വർക്ക് ആണെന്നാണ് രീതിയിലാണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഈ അമ്മയുടെ ഒക്കെ മനസ്സിൽ ഇതൊക്കെ കാണും കേൾക്കുകയും ചെയ്യുമ്പോൾ വിഷമിക്കുന്നതിന് ഇവരെന്ത് മറുപടി നാളെ പറയും? മറുവശം ചിന്തിക്കുകയാണെങ്കിൽ അൻസിബക്കും ഇതേ അമ്മയും പെങ്ങന്മാരുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. തെളിവ് കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ കൂടെ ഞങ്ങൾ നിൽക്കും. ഒരു കാര്യമില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ആര് തെളിവ് കൊണ്ടൊന്നും നമ്മൾ നിൽക്കാൻ തയ്യാറാണ്. ആ പോലീസുണ്ട്, കോടതിയുണ്ട്, കൊണ്ടുപോയി കാണിക്കൂ. നമ്മൾ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ഇത് തീർക്കേണ്ടത് എവിടെയാ? നമ്മളൊരു സംഘടന തുടങ്ങിയത് ആ സംഘടനയ്ക്ക് അകത്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി ജനറൽ ബോഡിയിൽ തീർക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അമ്മയെന്ന് വരുമ്പോൾ അമ്മയ്ക്കുള്ള ഇമേജ് പ്രേക്ഷകരുടെ ഇടയിൽ വളരെ മോശമായ രീതിയിലാണ് എന്തുകൊണ്ടാണ് വന്നത്? ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി ഇതുപോലെ സംസാരിച്ച് മാധ്യമങ്ങളുടെ ജോലി എന്താണ്? നിങ്ങൾക്ക് വരുന്ന വാർത്തകൾ കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജോലി. നമ്മൾ സംഘടന വെച്ചിരിക്കുന്നത് എന്തിനാണ്? സംഘടനയ്ക്കകത്ത് തീർക്കുക എന്നുള്ളതാണ്. സംഘടനയ്ക്കകത്ത് ഈ നിങ്ങൾ പറയുന്നത് അവരൊന്നും പറഞ്ഞു കേട്ടില്ല, ഇവരൊന്നും പറഞ്ഞു. ഈ ജനറൽ ബോഡി വെച്ചിരിക്കുന്നതേ ഇവരൊക്കെ വോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാന്നറിയോ? സംഘടനയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നുമല്ല, ഞങ്ങളെപ്പോലുള്ള അംഗങ്ങളാണ് വോട്ട് ചെയ്തത്. ഈ ജനറൽ ബോഡിയിൽ വന്ന പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ ജേണി നോക്കുകയാണെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സി ഇഷ്യൂ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് കൂടുതലായിട്ട് ആദ്യം ഉന്നയിച്ച കാരണം പുരുഷന്മാർ നേതൃത്വത്തേക്ക് വരികയാണെങ്കിൽ മാറ്റി സ്ത്രീകളാക്കുകയാണെങ്കിൽ പ്രശ്നം കുറയുന്നതാണ് ആദ്യത്തെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ സ്ത്രീകൾ വന്നപ്പോൾ പ്രശ്നം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലത്തെ പ്രശ്നങ്ങൾ പരസ്പരം തീർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുറത്തേക്ക് അറിയാൻ പാടാത്തൊരു കാര്യമുണ്ട്. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ 3 വർഷമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വരിക. 1 വർഷം കൊണ്ട് തീരെ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വീണ്ടും ജനറൽ ബോഡി വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പോയിന്റ് പറ്റാത്തതെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെയൊക്കെ മാറ്റിയിട്ട് വീണ്ടും എടുക്കാൻ ജനറൽ ബോഡിക്ക് അധികാരമുണ്ട്. അറിയോ? അധികാരമുണ്ട്. ഈ ഒരു ജനറൽ ബോഡി വരുമ്പോൾ തീരുമാനിക്കട്ടെ, എല്ലാവരും മാറി ചിന്തിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അമ്മയെ തകർക്കാൻ പറ്റില്ല. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ നിങ്ങൾ മനസ്സിലാക്കണം, 100 പേരിൽ പരം ആൾക്കാർ മരുന്നും ഈ കൈനീട്ടും കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ അതിനകത്തുണ്ട്. അവരാണ് ഇതിന് വിഷമിക്കുന്നത്. അത് കാണണം നമ്മൾ. അല്ലാതെ ഒരു സംഘടന തകർക്കാൻ നോക്കല്ലേ ചെയ്യരുത്. ഒരാൾ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ബോഡിയിൽ ഞങ്ങൾ അൻസിബ ഞങ്ങളൊക്കെ സപ്പോർട്ട് ഇപ്പോൾ പറയും ഞങ്ങൾ നാട്ടുകാരുണ്ട് സപ്പോർട്ട് ചെയ്യാന്ന്. അതാ സംഘടന ഉള്ളിൽ നിന്നല്ല, പ്രേക്ഷകരുടെ പിന്തുണ മാത്രമാണ് നിലവിൽ അൻസിബക്ക് ഉള്ളതെന്നാണ് കമന്റ് ബോക്സ് അടക്കം. അതെന്ത് കമന്റ് ബോക്സ് ആണെങ്കിൽ നീ ഒരു ഇത് വെക്കല്ലേ? വർക്ക് ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാക്കി തരാം കമന്റ്. അപ്പൊ ഇപ്പൊ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ അൻസിബക്ക് വരുന്ന കമന്റ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്ന കമന്റ്സ് ഒക്കെ PR വർക്ക് ആണെന്നാണ് രീതിയിലാണ് പറഞ്ഞത്. ഞാൻ പറയണില്ല. കാര്യം എന്താ വെച്ചാൽ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ഒരു തെറ്റും ചെയ്യാത്ത ഒരു പ്രായപൂർത്തിയായ കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഭാവിയുള്ളതാണ്. നമ്മൾ ആരും ആ കുട്ടിയുടെ ഒരിക്കലും ഒന്നും പറയില്ല. പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, തെളിവ് വേണം. കോടതിയുണ്ട്, പോലീസുണ്ട്. തെളിവുണ്ടോ? ഏത് ടിനിന്നല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ഞങ്ങളൊക്കെ ഈ കുട്ടിയുടെ കൂടെ നിൽക്കൂ. ഇത് വരാണ്ട് ഞങ്ങളൊക്കെ പറയാൻ പറ്റുമോ? നിങ്ങൾ നല്ലല്ല മാറിക്കുന്നത്? കാരണം എന്താ അറിയോ, 20 വർഷം കേസ് നടത്തിയ ഒരാളാണ് ഞാൻ. അപ്പം എൻ്റെ ലൈഫ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാളുടെ വേദന എന്താണെന്നറിയാം. ടിനിയുടെ വേദന മാത്രം കണക്കാക്കണ്ട, അവരുടെ അമ്മയും അവരുടെ വീട്ടിലെ ആൾക്കാരും ഉണ്ട്. അൻസിബയുടെ ഭാഗത്ത് അൻസിബയ്ക്ക് അമ്മയും ആൾക്കാരൊക്കെ അവർക്കും ഉണ്ട്. എല്ലാവർക്കും ലൈഫുണ്ട്. സംഘടനയിലെ കാര്യം സംഘടനയിൽ തീർക്കാൻ നോക്കാം. അപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം, ഇപ്പൊ ഇത്ര കാലം അൻസിബ മാധ്യമങ്ങൾക്ക് കൊടുത്ത വാർത്തകളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ നുണയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? ഞാൻ പറയില്ലല്ലോ, ഒരിക്കലും പറയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് എന്താണ്? തെളിവ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ തെളിവുകൾ ഇല്ലാത്ത പക്ഷം രണ്ടാളെ കൂടാതെ ടിനിച്ചേട്ടന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് സത്യാന്ന് ടിനിച്ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ചേച്ചി സപ്പോർട്ട് ചെയ്തല്ല മോനെ. ഞാനിവിടെ നിൽക്കുന്നു. ടിനി എന്നെ വിളിച്ചിട്ട്, പ്രിയങ്ക എൻ്റെ കൂടെ എത്ര പ്രോഗ്രാം ചെയ്ത ആളാണ് ടിനി. എനിക്ക് ടിനിയെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയാൻ പറ്റുക? ശരിയല്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്താ പറഞ്ഞത്? രാജിക്കത്തിനകത്ത് ഉള്ളത് ഞാൻ തൊഴിൽ സംബന്ധമായും ഫാമിലി കാര്യങ്ങളുമായും ഞാൻ രാജിവെക്കുന്നു. ഞാൻ കണ്ട ആളാണ്. ഞാൻ എന്താ പറയേണ്ടത്? അപ്പോൾ ടിനി അങ്ങനെ വിളിച്ചല്ലേ, ടിനി ശരിയല്ല എന്ന് ഞാൻ പറയണോ? ഞാൻ എന്താ പറഞ്ഞത്? തെളിവ് വരട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതുവരെ 2 പേരും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അൻസിബയും കുറ്റപ്പെടുത്തില്ല, ടിനിയും കുറ്റപ്പെടുത്തില്ല. പിന്നെ അമ്മയിലെ വിഷയങ്ങൾ ദയവ് ചെയ്ത് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ അമ്മയെക്കുറിച്ച് ഒരു കാരണവശാലും ഒരു കുറ്റവും പറയില്ല. കാരണം 100 ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട്. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന വീട് വെച്ച് കൊടുത്തും മരുന്ന് വാങ്ങിച്ചൊക്കെ അവരെ തകർക്കാൻ ആരും നോക്കണ്ട.